ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി താൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുൻപായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പലയിടങ്ങളായി ചേർന്ന് അടുത്തു വരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന ക്ലാസ്സുകൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിന് വേണ്ടി പങ്കെടുക്കുവാൻ വിവിധ സ്ഥലങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ആയിരിക്കാനിടയാക്കണമേ. ഇന്ന് വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് കരങ്ങൾ വഹിക്കുകയും ആവശ്യമായ ദൈവകൃപയാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ അഗാപ്പെ കോളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാരായിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലാലു പാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജി പാഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കർത്തൃദാസന്മാരെ പേരുവരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ നിലയിലും പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങൾ കർത്താവെ തുടർമാനമായി നടക്കുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച സ്തോത്രം 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 സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. തുടർന്നുള്ള ക്ലാസ് ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ട് അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഓൺലൈൻ വിങ്ങിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരുവാൻ ദൈവം സഹായിച്ച ഈ സന്ദർഭോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാലം ലീഡ് ചെയ്യുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം തന്നെ ഇന്ന് ദൈവവചന പഠനത്തിനായി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ട് തുടർമാനമായി നമ്മൾ തിയോളജി എന്ന ടോപ്പിക്കാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിയോളജിയുടെ ടോപ്പിക്കിൽ വിശേഷാൽ ആന്ത്രപ്പോളജി എന്ന ടോപ്പിക്ക് നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചു. നരവംശാസ്ത്രം. അതിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവനെ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചു. ഒന്ന് ജനറലായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട്, മറ്റൊന്ന് സ്പിരിച്വലായിട്ട്. അതിൽ ആ ഒരു ഭാഗം കഴിഞ്ഞ് സ്പിരിച്വൽ വീക്ഷണത്തിലേക്കുള്ള പഠനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശാസ്ത്രലോകം മനുഷ്യനെ മൃഗത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ ആത്മീക ലോകം അഥവാ വിശുദ്ധ ബൈബിൾ മനുഷ്യനെ ഒരിക്കലും മൃഗങ്ങളുടെ മുകളിലല്ല, പകരം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ആ വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രാധാന്യതകൾ, മനുഷ്യൻ ദൈവസ്വരൂപ സാദൃശ്യമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രത്യേകതകൾ വരെ പഠിച്ചു. ഇന്ന് നാം പഠിക്കുന്നത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ദൈവസ്വരൂപ സാദൃശ്യങ്ങൾ
എന്ന് പറയുമ്പോൾ അതെന്താണ്? ദൈവസ്വരൂപ സാദൃശ്യങ്ങൾ എന്താണ്? ന്യായമായും ദൈവം തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉളവാകുന്നു. അപ്പൊ പിന്നെ എന്താണ് ഈ ദൈവസ്വരൂപം, ദൈവസാദൃശ്യം? ഓക്കെ, ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് കൊടുത്തിരിക്കുന്ന ടെർമിനോളജി എബ്രായ ഭാഷയിൽ സലേം, ഗ്രീക്കിൽ ഐക്കൺ, ലാറ്റിൻ ഇമാഗോ, മലയാളത്തിൽ സ്വരൂപം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്. ഡിമൂത്ത് ഹിബ്രു, ഹോമോയോസിസ് ആണ് ഗ്രീക്കിൽ, സാദൃശ്യം എന്നാണ് മലയാളത്തിൽ. അപ്പൊ ഇവിടെ ശരീരമല്ല, അഥവാ അക്ഷരികമല്ല, ലിറ്ററൽ മീനിങ്ങിൽ നമ്മൾ എടുത്താൽ നമുക്ക് ഇതിൽ അപാകതകൾ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തി ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. അക്ഷരികമായ ഒരു ശരീരം, ലിറ്ററലായ ശരീരത്തെക്കുറിച്ചല്ല സത്യത്തിൽ ഈ ദൈവസ്വരൂപം സാദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിവർന്നു നിൽക്കാനുള്ള കഴിവല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ആത്മപ്രകൃതിയാണ്. സത്യത്തിൽ ദൈവത്തിന്റെ ആത്മപ്രകൃതിയാണ്. നിങ്ങൾ നോക്കൂ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഈ 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 7 വാക്യം ഒരാളും, യാക്കോബിന്റെ ലേഖനം 3 അധ്യായം 9 വാക്യം മറ്റൊരാളും ദയവായിട്ട്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല. അപ്പൊ പുരുഷൻ ദൈവത്തിന്റെ പ്രതിമ എന്നവിടെ എഴുതിയിരിക്കുകയാണ്. ഉണ്ടോ? പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാകയാൽ മൂടുപടം ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രതിമ അല്ലെ ദൈവത്തിന്റെ സ്വരൂപം ആണ് മനുഷ്യൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിലോ, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഓക്കെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യം, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ അതിനാൽ തന്നെ ആ വാ കൊണ്ട് തന്നെ പഴിക്കുന്നു, അല്ലെങ്കിൽ ശപിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായി ഒരു നിമിഷം ഒന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികൾ ദൈവസ്വരൂപവും ക്രിസ്ത്യാനികളല്ലാത്തവർ ദൈവസ്വരൂപമല്ല എന്നും നമ്മൾ ഒരിക്കലും പഠിക്കരുത്. സകല മനുഷ്യനും ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ ഗ്രീക്കനെന്നോ വ്യത്യസ്തത കൽപ്പിക്കുകയോ അവർ ദൈവസ്വരൂപമല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയോ ചെയ്താൽ അത് തികച്ചും തെറ്റാണ് എന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്വരൂപത്താൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ നമുക്ക് ശപിക്കാൻ പാടുള്ളതല്ല. ഇറ്റ്സ് വെരി ക്ലിയർ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ സ്വരൂപം എന്ന പദം പറയുമ്പോൾ തന്നെ പ്രതിമ എന്നുള്ള പദപ്രയോഗം, ഇവിടെയും ദൈവത്തിന്റെ പ്രതിമ, ദൈവത്തിന്റെ സ്വരൂപം മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 4 അധ്യായത്തിന്റെ 4 വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഇവിടെ ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുട്ടാക്കി എന്ന് ഉപയോഗിച്ചിരിക്കും.
അപ്പൊ ദൈവപ്രതിമയായ യേശു ക്രിസ്തു ഉണ്ടോ? ഇനി കൊലോസിലേഖനം 1-15 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതോ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ഉണ്ടോ? അദൃശ്യനായ ദൈവം, ഇൻവിസിബിൾ, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശുക്രിസ്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അതിനോട് കമ്പയർ ചെയ്യുവാനാണ് എബ്രായലേഖനം 1-3 വാക്യം നമ്മൾ പറയുന്നത്. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖേന നമ്മോട് അരുളി ചെയ്തു. എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അവനവനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലത്തെയും നിവർത്തിച്ചതിന് ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു പോയി നമുക്ക് വേണ്ടി മധ്യസ്ഥ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സ്വരൂപം എന്ന പ്രതിമയെന്ന് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നാം ഒന്ന് ക്ലിയർ ആയിട്ട് ഗ്രഹിക്കുന്നു. 3-ാമത്തെ പദപ്രയോഗമാണ് അനുരൂപം. റോമാലേഖനം 8-ാം 9 വാക്യം 1-15-49. 2 വാക്യങ്ങൾ ദയവായി ഒന്നെടുക്കാമോ, വായിക്കാമോ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മീക സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എത്ര ക്ലിയർ ആയിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. 11-ാമത്തെ വാക്യം കൂടെ വായിക്കൂ. 11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നത് ആത്മാവ് കൊണ്ടാണ് എന്നവിടെ എഴുതിയിരിക്കുക. എങ്ങനെ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മൃതശരീരങ്ങളെയും അതേ ആത്മാവ് കൊണ്ട് തന്നെ ഉയർപ്പിക്കും. 1-15 വാക്യം. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ. അപ്പൊ മണ്ണുകൊണ്ടുള്ള പ്രതിമയാണ് നമ്മുടെ ഈ ശരീരം. അപ്പൊ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പം സാദൃശ്യം, സ്വരൂപം എന്ന് പറഞ്ഞ സത്യത്തിൽ നമ്മുടെ പുറമേയുള്ള ഒരു ശരീരത്തിന്റെ ആകാര ഭംഗി അല്ല എന്നവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എഫേസ്യർ കൂടെ വായിക്കുമ്പോൾ അത് അല്പം കൂടെ ക്ലിയർ ആവും. 4-ാം അധ്യായം 22, 23, 24. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന് ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു. ഓക്കെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെയാണ് ദൈവസ്വരൂപ സാദൃശ്യങ്ങൾ എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിലേക്കൊന്ന് വന്നു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും ദൈവാനുരൂപമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ദൈവാനുരൂപമായി, ദൈവസ്വരൂപം, ദൈവസാദൃശ്യം എന്ന് പറയുന്നത്? സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും. അതാണ് അതിൻ്റെ ആത്മീയമായ തലത്തിൽ നാം അത് ഗ്രഹിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് വിശുദ്ധിയിലും സത്യത്തിലും നീതിയിലുമാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഈ യൂത്ത് മീറ്റിങ്ങിലൊക്കെ പിള്ളേർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇന്നത്തെ കാലം ക്രിക്കറ്റിന്റെ കാലമാണല്ലോ. അപ്പൊ അവരോട് പറയും ഇങ്ങനെ, ഈ ക്രിക്കറ്റില്
ഒരു ക്രീസ് ഉണ്ട്. ബാറ്റ് ചെയ്യാൻ ഒരാൾ നിൽക്കും, ഓപ്പോസിറ്റ് ഒരാൾ, 2 ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ മൊത്തം 11 പേരാണ് ബൗളേഴ്സ് നിൽക്കുന്നത്. അതിലൊരാളാണ് ബൗൾ ചെയ്യുന്നത്. പല ടൈപ്പ് ബൗളിംഗ് ഉണ്ട്. ഫുൾ ടോസ് ഉണ്ട്, സ്പിൻ അറ്റാക്ക് ഉണ്ട്, ബൗൺസർ ഉണ്ട്, വിവിധ ടൈപ്പ് ഉണ്ട്, ഒത്തിരി ടൈപ്പുകളുണ്ട്. ഇവരുടെ ഏക ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ എറിഞ്ഞവന്റെ ദേഹത്ത് കൊള്ളാനോ കണ്ണ് തല്ലിപ്പൊട്ടിക്കാനോ ഒന്നുമല്ല എറിയുന്നത്. എറിയുന്നതിന് പുറകിൽ വെച്ചിട്ടുള്ള ഒരു 3 സ്റ്റമ്പ് ഉണ്ട്. 3 സ്റ്റമ്പ്, ആ കോല് പോലെ വെച്ചിരിക്കുന്നതിന്റെ പേര് സ്റ്റമ്പ് എന്നാണ്. ആ സ്റ്റമ്പിന് നമുക്കൊരു പേരിടാൻ പറ്റും: വിശുദ്ധി, നീതി, സത്യം. ഇങ്ങനെ 3 സ്റ്റമ്പുകളിലാണ് ഈ മനുഷ്യനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവിടെ നിർത്തിയിരിക്കുന്നത് വിശുദ്ധി, നീതി, സത്യമല്ല. ഞാനത് ഒന്ന് മനസ്സിലാക്കി തരിക. ബൗളേഴ്സ് ബൗൾ ചെയ്യുന്നതിന്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്റ്റമ്പ് തെറിപ്പിക്കുക എന്നുള്ളതാണ്. ഇവന്റെ ബാറ്റിൽ നിന്നൊക്കെ സ്പിൻ ചെയ്തോ എങ്ങനെ ആയിക്കോട്ടെ, അതിനിടയ്ക്കൂടെ പോയി, അല്ല ഇവന്റെ ബാറ്റെ മുട്ടിയിട്ടായിക്കോട്ടെ, ആ സ്റ്റമ്പെ ചെന്ന് മുട്ടണം, സ്റ്റമ്പ് പോണം. അങ്ങനെ വന്നാൽ അവന്റെ കളി നിർത്തി, തീർന്നുപോയി. അവിടെ നാളെ പവനിയിലേക്ക് മടങ്ങും. ഓക്കെ, ഇതുപോലെ വിശുദ്ധി, നീതി, സത്യം എന്ന 3 സ്റ്റമ്പുകളിലാണ് എന്നെ നിങ്ങളും ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത്. സാത്താനാണ് ഈ ബൗളേഴ്സ്. അവൻ ബൗൾ ചെയ്യുക. അവന്റെ അറ്റാക്ക് വിവിധ നിലകളിലാണ് വരുന്നത്. എല്ലാ ബോളിനിട്ടൊന്നും കയറി അടിക്കാതിരുന്നാൽ മതി. നല്ല ബോളിനൊക്കെ 6 പൊക്കിയാൽ മതി, അല്ലാത്തതൊക്കെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ മതി. ക്രീസിൽ നിൽക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനത് PYP ഉള്ള ബന്ധത്തിൽ യൂത്ത് മീറ്റിങ്ങിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റ്. അവർ ഇത് പറയുമ്പം എനിക്കറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യം അവരെനിക്ക് പറഞ്ഞു തരാറുമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ വിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും നിർത്തിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അവന്റെ അറ്റാക്ക്. നീതി നഷ്ടപ്പെടുത്തുക, സത്യത്തിൽ നമ്മളെ വ്യതിരിപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് അവൻ നമ്മളോടുള്ള അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാദൃശ്യം, നമ്മുടെ സ്വരൂപം ഉണ്ടോ, ഇത് എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. സത്യത്തിന്റെ പരമായ വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി നമ്മെ പുതു മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുകയാണ്. കമോൺ, അല്പം കൂടെ നിങ്ങൾക്ക് വിശദമാക്കി തരാം. നെക്സ്റ്റ്, കൊലോസ്യർ 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 1:14. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ശ്രദ്ധിക്കൂ, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിൽ? യേശുക്രിസ്തുവിൽ. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സിനായി കണ്ടു. കണ്ടോ? വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, അവന്റെ തേജസ് പിതാവിൽ നിന്ന് വന്നതുമായി ഞങ്ങൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞു. then connected with ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഓക്കെ, നിങ്ങൾ ആ വാക്യം ക്രിസ്റ്റോളജിയിൽ ഞാൻ വളരെ ഗൗരവമായി പഠിപ്പിച്ച വാക്യമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തി ഞാനത് പറയട്ടെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, മനുഷ്യ സാദൃശ്യത്തിലായി. ഇവിടെയാണ് അല്പം ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. എന്തുകൊണ്ട് നമ്മൾ ആ ഗൗരവം കൊടുക്കണം എന്ന് ചോദിച്ചാൽ, തന്റെ ശരീരത്തിൽ ദൈവം വെളിപ്പെടുത്തി എന്നർത്ഥമാക്കുവാൻ നമുക്ക് ഇവിടുന്ന് കഴിയുന്നില്ലല്ലോ. കാരണം
ദൈവത്തെ സൃഷ്ടിയുടെ രൂപത്തിൽ കണ്ടാൽ ദൈവത്തെ തുച്ഛീകരിക്കും. ഇവിടെ ദൈവസ്വരൂപം മനുഷ്യരൂപത്തിലായിരുന്നു എങ്കിൽ പ്രത്യേകിച്ചൊരു മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലാകേണ്ട കാര്യം യേശു ക്രിസ്തുവിനില്ലായിരുന്നല്ലോ. അപ്പൊ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന ഓരോ ക്രിസ്ത്യാനിക്കും പുറം രൂപത്തിലല്ല സത്യത്തിൽ വ്യതിയാനം ഉണ്ടാകേണ്ടത്, പകരം ആത്മാവിലാണ് ആ വ്യതിയാനം ഉണ്ടാവേണ്ടത്. അപ്പം വളരെ വ്യക്തമായി നമുക്കത് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നു. അപ്പൊ ദൈവസ്വരൂപ സാദൃശ്യം. നെക്സ്റ്റ്, ദൈവസ്വരൂപ സാദൃശ്യങ്ങൾ, ഡിഫറെന്റ് ആംഗിൾസ്, ഒരു വിവിധ വീക്ഷണങ്ങളൊന്ന് പറയാം. ചില വീക്ഷണങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇത് നമുക്കറിയാം, ഇപ്പൊ ശാരീരികമായിട്ട് ഒരു മനുഷ്യൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ലിറ്ററൽ മീനിങ്, ഒരു വാച്യാർത്ഥത്തിൽ എടുത്താൽ അവന്റെ ശരീരമാണ് ദൈവസ്വരൂപം എന്ന് പറയേണ്ടി വരും. അത് തെറ്റാണെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. മനുഷ്യന് നിവർന്നു നിൽപ്പാനുള്ള കഴിവോ ശ്രേഷ്ഠ ബുദ്ധിയോ ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചാൽ അവിടെയും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ടല്ലോ. ശരീരം നശ്വരമാണ്, അപ്രധാനവുമാണ്. അപ്പൊ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് നിത്യവും. അതുകൊണ്ട് ആത്മാവാണ് പ്രാധാന്യത എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നം, ശരീരവും ഈ ലോക ജീവിതവും അപ്രധാനമെന്നു വരും. അതും ശരിയല്ലല്ലോ. കാരണം ഈ ലോക ജീവിതത്തിന് വളരെ പ്രാധാന്യതയുണ്ട്, അപ്രാധാന്യതയുള്ള കാര്യം അല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ഡിഫറെന്റ് ആംഗിൾസ് ഞാനെന്ന് പറയാൻ പോവാം. ഒന്ന്, ദൈവസ്വരൂപത്തിൽ എന്തൊക്കെ പദവികൾ ഉണ്ടെന്ന് സത്യത്തിൽ ബൈബിൾ അങ്ങോട്ട് പൂർണ്ണമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ല. എന്നാൽ അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ചില സൂചനകൾ. നമ്പർ 1, ഇറ്റ് ഈസ് ഇൻവിസിബിൾ, അദൃശ്യമാണ്. ആത്മാവാൻ ദൈവം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരുന്നത് പോലെ പ്രവൃത്തിയിലൂടെ മനുഷ്യനും വെളിപ്പെടുത്തുകയാണ്. ഇൻവിസിബിൾ ആണ്, അദൃശ്യമാണ്. അപ്പോൾ തന്നെ നോക്കൂ, നമ്പർ 2, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നോക്കിയോ, നാമും ദൈവമായിട്ടുള്ള ബന്ധം എന്ത് ഭയങ്കരമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് വെറുതെ കുറെ ഭക്ഷണം കഴിച്ചങ്ങ് ജീവിക്കുമൊന്നും അല്ലല്ലോ. ദൈവവുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മറ്റ് ജീവികളിൽ നിന്നും നമ്മൾ എത്രയോ വ്യത്യസ്തരാണ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നാം ബോധമുള്ളവരാകുന്നു. നമ്മൾ മറ്റു മനുഷ്യരോട് അറിയാതെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഉടൻ പാപബോധം ഉണ്ടാകുന്നു. നാം ആ മനുഷ്യനോട് ക്ഷമ ചോദിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യമല്ല പ്രിയരെ. നോക്കിയേ, എന്തുമാത്രം പ്രത്യേകതകളാണ് മനുഷ്യനുള്ളത്. നമ്പർ 3, ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്ന് എഴുതിയത് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയല്ലേ. യേശുവിനെ പിൻപറ്റുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. വീണ്ടെടുപ്പിന്റെ നാളിന് വേണ്ടി ആത്മാവിനെ നമ്മളെ മുദ്രയിട്ടിരിക്കുകയല്ലേ. എത്രയോ വാക്യങ്ങൾ നമുക്ക് അതിനുപോൽബലകമായിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ പരിശുദ്ധാത്മാവല്ലേ നമ്മോടൊപ്പം ഉള്ളത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് പറയോ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല. ഞാൻ പോയാൽ കാര്യസ്ഥൻ വരുവാൻ വന്നാൽ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. എത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മെ അതെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർത്ത് നോക്കി. മാത്രമാണോ, യേശു തന്നെ ശിഷ്യന്മാരെ വാർത്തെടുത്തില്ലേ? അവരോടെല്ലാം അവസാനം പറഞ്ഞ വാക്കു എന്നതാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ നിങ്ങൾ ജെറുസലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുകയാ ഈ മനുഷ്യന് വേണ്ടി. അതുകൊണ്ട് മാത്രമാണോ ഇറ്റേണിറ്റി നൽകിയിരിക്കുക, നിത്യത. ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട ആത്മീക ശരീരം പ്രാപിച്ച് നിത്യതയിൽ ദൈവസന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ മനുഷ്യന് ദൈവം നൽകുകയാണ്.
വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ നിത്യത നമുക്ക് ലഭിക്കുന്നു, അല്ലാത്തവർക്ക് നിത്യശിക്ഷാവിധിയും ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏത് നിമിഷവും നമ്മൾ നിത്യതയെക്കുറിച്ച് ഓർക്കണം പ്രിയരെ. നമ്മൾ ഒരാളോട് വഴക്ക് പിടിക്കാൻ പോകുമ്പോൾ നിത്യതയെക്കുറിച്ച് ഓർക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമ്മൾ തയ്യാറാവണം. നിത്യത എന്നുള്ള ബന്ധം, നിത്യതയോടുള്ള ബന്ധമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ തന്നെ നമുക്ക് ചില സ്പെഷ്യൽ എബിലിറ്റീസ് ദൈവം നൽകിയിട്ടില്ലേ? എല്ലാ ജന്തുക്കളും അവരുടെ നിലയിൽ ചിന്തയും ബുദ്ധിയും ഉണ്ട് ഇല്ലേ? മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഉണ്ടെന്നേ. ഒരു നായ്ക്കുട്ടി ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഗോ എന്ന് പറഞ്ഞാൽ പോവും, സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും. എങ്ങനെ അതൊക്കെ മനസ്സിലാക്കുന്നേ? അതിനൊക്കെ അതിനുള്ള ബുദ്ധിയുണ്ട്. കാക്ക, പട്ടി, എലി, ഉറുമ്പ്, കൊതുക്, ഇതിനെല്ലാം ഉറുമ്പിനെ നോക്കി ബുദ്ധി പതിപ്പീൻ എന്ന് പോലും വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുക. ഇതുങ്ങൾക്കെല്ലാം കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്. എന്നാൽ തികച്ചും വിഭിന്നമാണ് മനുഷ്യൻ. മനുഷ്യന്റെ യുക്തി ചിന്തയും തത്വജ്ഞാനവും സത്യാന്വേഷണ തൃഷ്ണയും മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പ്രത്യേക കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുക കേട്ടോ. ശ്രേഷ്ഠ ബുദ്ധി ദൈവം നൽകിയിരിക്കുക. നമ്മൾ പലതും സംതൃപ്തരല്ലാത്തതിന്റെ കാരണം മനുഷ്യൻ ഇന്ന് നമ്മുടെ മുകളിൽ കാണുന്ന ചന്ദ്രനിൽ പോയി, ചൊവ്വായിലേക്കുള്ള ദൗത്യം, ഇതര ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾ, അപ്പൊ തന്നെ സ്പേസ് ഷട്ടിലുകളിൽ ബഹിരാകാശ യാത്ര, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാസങ്ങൾ ബഹിരാകാശത്തിൽ വസിച്ചിട്ട് ഇറങ്ങി വരുന്നവരെ നമ്മൾ കാണുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കൂ, മനുഷ്യൻ തീരെ മോശക്കാരനല്ലല്ലോ. ചന്ദ്രനിൽ ചെന്ന് കാലുകുത്തിയില്ലേ? നോക്കൂ. അങ്ങനെയെങ്കിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ നിസ്സാരമല്ല. ബഹുമാന്യ ഗാനവച്ചൊരിക്കൽ പറഞ്ഞ പോലെ മനുഷ്യനങ്ങ് ചൊവ്വായി പോയാൽ മതിയായിരുന്നു. മനുഷ്യൻ ചൊവ്വായി പോയാൽ മതിയായിരുന്നു. ഓക്കെ, കമോൺ, നെക്സ്റ്റ് വൺ, മോറൽ ആൻഡ് എത്തിക്സ്. സാൻമാർഗികത, മൊറാലിറ്റി, എത്തിക്സ്. ഞാൻ ഒരുമിച്ച് ചേർത്ത് സാൻമാർഗികത എന്നങ്ങ് പറഞ്ഞതാ. നീതിബോധവും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും സത്യത്തോടുള്ള സ്നേഹവും മനസ്സലിവും ദയവും ഉത്തരവാദിത്വ ബോധവും സദാചാര ചിന്തകളും മനുഷ്യന് മാത്രമുള്ളവയാണ്. ഇതെല്ലാം മനുഷ്യന്റെ സത്തയുടെ ഭാഗങ്ങളാണ്. ആത്യന്തികമായി ചിന്തിച്ചാൽ പൂർണ്ണതയുള്ള ഒരു തൃഷ്ണ എല്ലാവരിലും ദൈവം നൽകേണ്ടതായിട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നാം യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ നേച്ചർ, സാമൂഹ്യ സ്വഭാവം മനുഷ്യനിലെ ഉണ്ട്. മനുഷ്യന്റെ സാമൂഹ്യ സ്വഭാവം, മനുഷ്യന്റെ സദാചാരബോധം, ഇവകളെല്ലാം കൂടെ ചേരുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ദൈവസ്വരൂപം എന്ന് പറയാം. ഇതെല്ലാം മനുഷ്യനിൽ ദൈവം അന്തർലീനമാക്കിയിട്ടുണ്ട്. മനുഷ്യ സത്തയിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാൻ ഒരു വാക്യം താഴെ കാണിക്കാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനം 8:4, റോമാലേഖനം 11:30. 2 വാക്യങ്ങൾ ദയവായി 2 പേര് എടുക്കണം. ഒരാൾ തന്നെ രണ്ടും വായിക്കണ്ട, 2 പേര് വായിക്കണം. റോമാലേഖനം 8:4. സങ്കീർത്തനം 8:4. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വാക്യം കൊണ്ടുവരിക. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്. സൃഷ്ടിയുടെ മണിമകുടമായിരുന്നു മനുഷ്യൻ. ഏറ്റവും ഉത്കൃഷ്ടതയുള്ളവനായിരുന്നു മനുഷ്യൻ. ആ മനുഷ്യൻ എന്തുള്ളൂ.
റോമാലേഖനം 11:33. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. ആ ദൈവത്തിന്റെ ജ്ഞാനം, ധനം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ, അവന്റെ ന്യായവിധികൾ അപ്രമേയവും. എത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യം അങ്ങനെയൊന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ ദൈവസ്വരൂപ സാദൃശ്യം എന്നത് എത്ര വ്യാഖ്യാനിച്ചാലും നമുക്ക് മതി വരുന്നില്ല. നെക്സ്റ്റ് വൺ, ബിബ്ലിക്കൽ വ്യൂ. വേദപുസ്തക വീക്ഷണത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ദൈവസ്വരൂപ സാദൃശ്യങ്ങളിലെ ദൈവശാസ്ത്ര പ്രസക്തി ഒന്ന് നോക്കൂ. ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്സ് ഇമേജ്. ഒന്നാമത്തെ കാര്യം ഇൻഡിവിജ്വൽ, വ്യക്തിപരമാണ്. ശ്രദ്ധിക്കൂ, എന്താണ് ഈ വ്യക്തിപരം എന്ന് പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഈ പഠിപ്പിക്കുന്ന ഞാന് ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അവരവരവരുടെ വലങ്കൈ അവരവരുടെ ചങ്കത്ത് വെച്ചൊന്ന് പറയണം, എന്നെ ദൈവം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്. ഇൻഡിവിജ്വലായി, വ്യക്തിപരമായി. നമ്മെ മൃഗത്തിന്റെ സ്വരൂപത്തിലല്ല സൃഷ്ടിച്ചത്, ചിമ്പാൻസിയുടെ അതെ അടുത്ത തലമുറയൊന്നുമല്ല നമ്മൾ. മൃഗകുലങ്ങളുടെ പേരുകൾ പോലും അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പരസ്പരം വിളിക്കരുത്. കാരണം നമുക്കാർക്കും മൃഗസ്വരൂപമില്ല, ദൈവസ്വരൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു അറിവ് നമ്മളെ എത്രമാത്രം വിനയാന്വിതരാക്കുന്നു എന്ന് ചിന്തിച്ച്, ഞാൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും പദവികളെക്കുറിച്ചും വ്യക്തിപരമായി തന്നെയുള്ള ധാരണകൾ മാറുകയാണ്. ആമേ കറക്റ്റ്? ശരിയല്ലേ? ഞാൻ ആ പദം ഒന്നുകൂടെ പറയാം. ഞാൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ച്, 2 ജീവനെക്കുറിച്ച്, 3 ഉത്തരവാദിത്വത്തെക്കുറിച്ച്, 4 പദവികളെക്കുറിച്ച്, 5 വ്യക്തിപരമായി തന്നെയുള്ള നമ്മുടെ ധാരണകൾ മാറുകയാണ്. ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയും ദൈവസ്വരൂപം ധരിച്ചിരിക്കുന്ന വ്യക്തിയുമാകയാൽ അതിനനുയോജ്യമായ ഒരു ശ്രേഷ്ഠ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുകയും സ്വയം തീരുമാനിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയും. നോക്കണം, ഞാനും നിങ്ങളുമെല്ലാം വ്യക്തിപരമായി നമ്മൾ പറയണം, ഞാൻ ദൈവസാദൃശ്യമാണ്, ദൈവസ്വരൂപമാണ്. ഞാൻ ദൈവസ്വരൂപത്തെ സൃഷ്ടിച്ചവനാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. എൻ്റെ ജീവനെക്കുറിച്ച്, എൻ്റെ പദവികളെക്കുറിച്ച് ഞാൻ ബോധവാനായിരിക്കണം. എത്രയോ വിനയാന്വിതനായി നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും, ഇത് നാം ഒന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ. നമ്പർ 2, ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ സാമൂഹ്യ പരമായിട്ട്, അതായത് ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപം സാമൂഹികമായി, അതായത് സകല മനുഷ്യരും. ആദ്യം പറഞ്ഞത് വ്യക്തിപരമാ, ഞാൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവൾ. എന്നാൽ ഇത് രണ്ടാമത്തെ വ്യൂ, സകല മനുഷ്യരും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള അറിവ് സാമൂഹ്യമായി ഇതര മനുഷ്യരോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുവാൻ കഴിയും.
ആണും പെണ്ണും, കറുത്തവരും വെളുത്തവരും, മഞ്ഞ നിറക്കാരും, ജാതി മത വർഗ വർണ്ണവ്യത്യാസമന്യേ എല്ലാവരും ദൈവസാദൃശ്യം വഹിക്കുന്നവരാണ്. സ്വന്തം പുത്രനെ തന്നെ ആദരിക്കാതെ നമുക്ക് വേണ്ടി യാഗമായി നൽകുവാൻ തക്കവണ്ണം ദൈവത്താൽ ഓരോരുത്തരും ഗാഢമായി സ്നേഹിക്കപ്പെടുന്നവരാണ്. ആകയാൽ സകല മനുഷ്യരും ശ്രേഷ്ഠരാണ്. ഉണ്ടോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനത്തിങ്കൽ മലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പാടുകയും വെളിമ്പറമ്പിൽ കിടന്ന ഇടയന്മാരോട്, ആട്ടിടയന്മാരോട് സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ പോയി ശിശുവിനെ കാണുവീൻ. നിങ്ങൾക്ക് അടയാളമോ കീറ്റുശീലകളാൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണും, പശുത്തൊഴുത്തിൽ കാണും. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ മാനവവർഗത്തോടുള്ള ദൈവത്തിന്റെ അഗാധമായ സ്നേഹനിമിത്തം തന്റെ പുത്രനെ ഈ ലോകത്തിന് അയച്ചു തന്നു. സാമൂഹിക ഉച്ചനീചത്വങ്ങളും ഉന്നത കുലജാതൻ, സവർണൻ, ശ്രേഷ്ഠൻ എന്നിങ്ങനെയുള്ള മിഥ്യാധാരണകൾ വെച്ചു പുലർത്തി സമസൃഷ്ടങ്ങളായ മനുഷ്യരെ ദ്വേഷിക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരും ദൈവസ്വരൂപത്തോട് അപരാധം ചെയ്യുന്നവരാണ്. പൂർണ്ണ മനുഷ്യനായ യേശുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവർ, വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തുവിലായവർ ഉയർപ്പിന്റെ ശക്തിയിലും ആത്മബലത്തിലും തിന്മയെ ജയിക്കുന്നവരായിരിക്കും. അവരാണ് ലോകത്തിന്റെ മനസ്സാക്ഷി. നാം ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നാം അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്സ് ഇമേജ്, ദൈവശാസ്ത്ര സ്വരൂപത്തിന്റെ പ്രാധാന്യത. വ്യക്തിപരവും സാമൂഹ്യപരവും. വ്യക്തിപരമായി ഞാൻ ദൈവത്തിന്റെ സാദൃശ്യമാണ് അല്ലെങ്കിൽ സ്വരൂപമാണ്. സാമൂഹ്യപരമായി സകല മാനവലോകത്തിലും ജനിച്ചവർ ദൈവസ്വരൂപമാണ്, ദൈവസാദൃശ്യമാണ്. നമുക്ക് അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പറ്റില്ല പ്രിയരെ. ഈ യാഥാർത്ഥ്യം നമുക്കൊന്ന് ബോധ്യപ്പെടണം. അത് ഈ ക്ലാസുകൾ മൂലം ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സഭകളിൽ, വ്യക്തികളിൽ, അയൽവാസികളിൽ, ഇതര മതക്കാരോടൊന്നും നമ്മൾ വഴക്കുണ്ടാക്കരുത്. എല്ലാവരും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാവരുടെയും ദൈവമാണ് ഈ ദൈവം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോൾ ഓഫ് മാൻകൈൻഡ്. മനുഷ്യകുലത്തിന്റെ വീഴ്ച അല്ലെങ്കിൽ മനുഷ്യന്റെ വീഴ്ച പ്രപഞ്ചത്തെ കിടിലം കൊള്ളിക്കുകയും സ്വർഗത്തെ നടുക്കുകയും ചെയ്ത മഹാദുരന്തമായിരുന്നു ആദ്യ മനുഷ്യന്റെ വീഴ്ച. വീഴ്ചയിലൂടെ ദൈവസ്വരൂപമായ ആത്മാവാണ് നഷ്ടപ്പെട്ടത്. പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും എന്ന് അവനോട് സംസാരിച്ചിരുന്നല്ലോ. പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് മരണമായിരുന്നു, ആത്മമരണമായിരുന്നു. ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും, തിന്നുന്ന നാൾ നീ മരിക്കും എന്നല്ലേ പറഞ്ഞത്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ മനുഷ്യന് തിന്നപ്പോൾ അവന്റെ ആത്മമരണമാണ് അവിടെ സാധിച്ചത്. ആത്മാവും ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. എങ്ങനെ? ഞാൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദമിനെ ദൈവം സൃഷ്ടിച്ചു. വാരിയല്ലിൽ ഒന്നെടുത്തിട്ട് ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു. അവർ ഇരുവരും സന്തോഷമായി ജീവിക്കുന്നു. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ
അവരുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ദൈവമായിരുന്നില്ലേ? അവരുടെ അടുത്ത് ദൈവം വന്നുകൊണ്ടിരുന്നു. വെയിലാറുമ്പോൾ വന്നിരുന്നു എന്നല്ലേ ബൈബിൾ രേഖപ്പെടുത്തിയത്? അങ്ങനെയെങ്കിൽ സന്ധ്യകൾ അവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധമായിരുന്നു. എന്നാൽ കൽപ്പനയുടെ ലംഘന നിമിത്തം പാപത്തിന് വിധേയപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ദൈവം വന്നപ്പോൾ ഓടി ഒളിച്ചു കഴിഞ്ഞു. ആത്മീക മരണം അവന് സംഭവിച്ചു പോയി. അതാണ് ഇവിടെ പറഞ്ഞ ആത്മീക മരണം. ഈ ആത്മീക മരണം സംഭവിച്ചതിന് ശേഷവും സമ്പൂർണമായി മനുഷ്യന്റെ സാദൃശ്യ സ്വരൂപങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അതിന്റെ തെളിവ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 5-6 വാക്യം ഒന്ന് വായിക്കുമോ? നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ഞാൻ ചോദിക്കും. പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും. ക്ഷമിക്കണേ, ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 9-ാം അധ്യായത്തിനകത്ത് പറയുക, ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ നിർമ്മിച്ചത്. അവന്റെ രക്തം ആരെങ്കിലും ചൊരിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും. നോക്കണം, 3-ാം അധ്യായത്തിൽ തന്നെ ആ സ്വരൂപം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടില്ല എന്നത് ഞാനൊന്ന് തെളിയിച്ചു തരികയായിരുന്നു. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി 5-ന്റെ 1. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. സൃഷ്ടിച്ച നാളിൽ ആദാം എന്ന് പേരിട്ടു. ദൈവം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വാചകം നിങ്ങളൊന്ന് നോക്കൂ. 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം പാപത്തിന്റെ പരിണിതഫലമായി ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നാം ശ്രദ്ധിക്കുക, പാപബന്ധത്തിൽ മനുഷ്യന്റെ ദൈവ തേജസ് നഷ്ടപ്പെട്ടതായി കാണുന്നു. ഇത് പരിഹാരമാർഗം ആത്മാവിലുള്ള വീണ്ടും ജനനമാണ്. അപ്പോൾ മനുഷ്യന്റെ സമ്പൂർണ്ണ വിശുദ്ധിയിലും ഒക്കെ നമ്മൾ എത്തിച്ചേരുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആത്മീക മരണമാണ് സംഭവിച്ചത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, മരണം 3 ടൈപ്പാണ്. അത് ഞാൻ പെട്ടെന്ന് അവിടെ തന്നെ അങ്ങ് നോട്ട് ചെയ്തു, കാരണം പഠിക്കുന്നവർക്ക് പഠിക്കാൻ എളുപ്പമാണ്. ടൈപ്സ് ഓഫ് ഡെത്ത്സ്. there are 3 types of deaths. 3 മരണങ്ങളാണുള്ളത്. 1 ആത്മീക മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. ആത്മീയ മരണം എന്താണ്? തിന്നുന്ന നാൾ നീ മരിക്കും. അതാണ് ആത്മീക മരണം. അവന്റെ ആത്മാവും ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ശാരീരിക മരണം എന്ന് പറഞ്ഞ എന്താ? ഞാനൊന്ന് പറയട്ടെ. ഇവരെ വിസ്തരിക്കുകയാണ് ദൈവം. പാപിനെ ഒരിടത്ത് നിർത്തി, ആദമിനെ ഒരിടത്ത് നിർത്തി, ഹവ്വയെ ഒരിടത്ത് നിർത്തിയിട്ട് ദൈവം തമ്പുരാൻ വിസ്തരിക്കുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും,
നീ അവന്റെ കുതികാൽ തകർക്കും. അവനോട് ഈ കാര്യം പറഞ്ഞിട്ട് അടുത്ത വാക്യങ്ങൾ എന്നാന്നറിയാമോ? മനുഷ്യന്റെ നേരെ തിരിഞ്ഞിട്ട് പറയുക, ഞാൻ പറഞ്ഞ കൽപ്പന നീ അംഗീകരിക്കാഞ്ഞത് കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശാപഭൂമി മുള്ളും പറക്കാരിയും അതിന്റെ കോൺസിക്വൻസസ് ആയിട്ടുണ്ടാവും. അടുത്ത വാക്ക് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും. വീണ്ടും പുരുഷനോടും സ്ത്രീയോടും കൂടെ പറയുക, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ എടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. അതിന്റെ പേരാണ് ശാരീരിക മരണം. നമ്മൾ 2-ാമത്തെ 7-ാം വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറിയെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മറ്റേത് ആത്മാവ് മരിച്ചതേ ഉള്ളൂ, എന്നാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതിന്റെ പേരാണ് ശാരീരിക മരണം അഥവാ ഫിസിക്കൽ ഡെത്ത്. ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച സകല പേർക്കും ശാരീരിക മരണമുണ്ട്. അപ്പോൾ എന്താണ് നിത്യമരണം? സെക്കൻഡ് ഡെത്ത് എന്നും പറയാറുണ്ട്. 2-ാം മരണം, നിത്യമരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഇത് 2-ാം മരണം, നിത്യമരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഇതിങ്കൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകൾ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു, അല്ലെ പുനരുത്ഥാനം ചെയ്യും എന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. അപ്പോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുകയോ ആത്മജനനം സാധിക്കുകയോ ചെയ്യാതിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ശാരീരിക മരണമുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറം നിത്യമരണവും കൂടെയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ശാരീരിക മരണമുണ്ട്, പക്ഷെ നിത്യമരണമില്ല. അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തോ വാക്കാണ് പ്രിയരെ. ആധികാരികമായിട്ട് യേശു പറയുന്നു. എന്തുകൊണ്ട്? ഉത്തരം ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജനിക്കുക മാത്രമല്ല, ജീവിച്ചു, 33 വയസ്സ് വരെ ജീവിച്ചു, താൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തുവാണ് ആധികാരികതയുള്ളത്. അല്ലെ, ആ യേശു ക്രിസ്തുവിനാണ് ആധികാരികതയുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത്ര ശക്തിയോടെ, അതിലുപരി കൃത്യതയോടെ, അതിലുപരി ഓത്തന്റിക്കായി പറയുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. കാരണം മരണത്തിൽ നിന്ന് ജയിച്ചവനാണ് എൻ്റെ യേശു. മരണത്തിന് അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ആത്മീക മരണം, ശാരീരിക മരണം, നിത്യമരണം എന്ന 3 മരണങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചിലർ 4 മരണമെന്നോ 5 മരണമെന്നോ 7 മരണമെന്നോ ഒക്കെ പറയാറുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മരണം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 4 മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. നമുക്ക് മണക്കൊന്നുമില്ല, എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഏതാണ് ഈ 4-ാമത്തെ മരണം എന്ന് അറിയുവാൻ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോ ആ 4-ാമത്തെ മരണമായിട്ട്
ആ പ്രസംഗകനോട് പറഞ്ഞത് ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നുവെന്ന് പൗലൂസ് പറഞ്ഞ പ്രയോഗമാണ് അദ്ദേഹം 4-ാം മരണമായിട്ട് ഉപയോഗിച്ചത്. ബട്ട് അതൊന്നും അത്ര തിയോളജിക്കൽ ബേസ് ഉള്ളതല്ല പ്രിയരെ. ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ജഡസ്വഭാവത്തെ മരിപ്പിക്കുന്ന കാര്യമാണ്. ജഡസ്വഭാവത്തെ മരിപ്പിക്കുക. പിന്നീട് വേറൊത്ത് ഞാൻ കേട്ടു 5 മരണമുണ്ട്. 5-ാമത് അദ്ദേഹം ഉപയോഗിച്ചത് രണ്ടുരു ചത്തും പേരറ്റും പോയ വൃക്ഷങ്ങൾ. അപ്പൊ രണ്ടുരു ചത്തു എന്നുള്ള പദം, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഈ 3 മരണം സ്വാഭാവികമായി എല്ലാ മനുഷ്യനും മനസ്സിലാവും. നമ്മൾ കുറെ 7 മരണം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരിതൊക്കെ കേൾക്കുന്നത്? ഇതാണ് വളരെ വ്യക്തമായി മനസ്സിലാവും. തിന്നരുതെന്ന് പറഞ്ഞു, തിന്നു, ആത്മീയ മരണം സംഭവിച്ചു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് പറഞ്ഞതാണ് ശാരീരിക മരണം. ജീവോത്സവത്തെ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടും, ഇതാണ് നിത്യമരണം. ഓക്കെ, 3 മരണങ്ങൾ. നിങ്ങളിത് ആധികാരികമായി ഗ്രഹിക്കുന്നു എന്ന് കരുതുന്നു. നെക്സ്റ്റ് റീഡിംഗ്, ഹ്യൂമൻ സ്ട്രക്ചർ, മനുഷ്യന്റെ ഘടന. എന്താണ് മനുഷ്യന്റെ ഘടന? ശ്രദ്ധിക്കൂ. ഡൈക്കോട്ടമി എന്നും ട്രൈക്കോട്ടമി എന്നുള്ള 2 വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡൈക്കോട്ടമി, DICHOTOMY, ദ്വിമാന വീക്ഷണം അല്ലെങ്കിൽ ദ്വിഭാജനവാദം എന്നൊക്കെ പറയാം. അർത്ഥമല്ല ഒന്ന് തന്നെ. ഡൈ എന്ന് പറഞ്ഞ 2 എന്നാണല്ലോ, ഡൈ. ട്രൈ എന്ന് പറഞ്ഞ 3 എന്നാണ്. ത്രിമാന വീക്ഷണം, ട്രൈക്കോട്ടമി. എന്താണ് ഡൈക്കോട്ടമി, എന്താണ് ട്രൈക്കോട്ടമി? അതായത് എല്ലാ മതരാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്രീയ കാരന്മാരും മുഴുവൻ പേരും വളരെ കൂലങ്കഷായമായിട്ട് അല്ലെങ്കിൽ കൂലങ്കക്ഷമായി പഠിച്ചതിന് ശേഷം ശക്തമായി ഇന്നും നിലകൊള്ളുന്നൊരു ചോദ്യമാണ്, മനുഷ്യൻ ആരാണ്? എന്താണ് മനുഷ്യന്റെ ഘടന? മനുഷ്യന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? മരണത്താൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യം ഇന്നും നിൽക്കുന്നു. സഭാപ്രസംഗിയിൽ ചോദിക്കുന്നില്ലേ, ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുന്നു? മേലോട്ട് പോകുന്നോ കീഴോട്ട് പോകുന്നോ ആർക്കറിയാം എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ അന്വേഷണ പ്രക്രിയയിൽ മുന്നോട്ട് പോകുമ്പോൾ 2 വിഭാഗം ആൾക്കാർ മനുഷ്യഘടനയെക്കുറിച്ച് 2ആയി ചിന്തിക്കുന്നു. ഒന്ന്, ഭൗതികമായ ശരീരം. മനുഷ്യനുണ്ടല്ലോ, ഇപ്പൊ പഠിപ്പിക്കുന്ന എനിക്ക് ഭൗതിക ശരീരമുണ്ട്, നിങ്ങളെല്ലാം എൻ്റെ ശരീരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭൗതിക ശരീരം. അപ്പോൾ തന്നെ അഭൗമികമായ മറ്റൊരു ഭാഗവും എനിക്കുണ്ടല്ലോ. ഉണ്ട്, പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും പറയാം. അപ്പം ഈ 2 ഭാഗം മാത്രമേ മനുഷ്യനുള്ളൂ. ഇതാണ് ദ്വിമാന വീക്ഷണം എന്ന് പറയുന്നത്, ഡൈക്കോട്ടമി. മനുഷ്യൻ ദ്വിത്വമാണ്. മനുഷ്യനിൽ ഈ പ്രാണനെന്നും ദേഹി എന്നുള്ളത് മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നു ബൈബിളിൽ. സോൾ എന്നുള്ളതിന് പ്രാണൻ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദ്വിമാന ദർശനമാണ് കുറെ പേരൊക്കെ വിശ്വസിക്കുന്നത്. അതിനെയാണ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ട്രൈക്കോട്ടമി? ത്രിമാന വീക്ഷണം. അതായത് മനുഷ്യനിൽ ദേഹവും ദേഹിയും ആത്മാവുമുണ്ട്. 3 ഭാഗങ്ങൾ മനുഷ്യനിലുണ്ട്. ഇതിനെയാണ് ട്രൈക്കോട്ടമി എന്ന് പറയുന്നത്. ഈ ഡൈക്കോട്ടമിക് ആൾക്കാരും ട്രൈക്കോട്ടമി ആൾക്കാരും തമ്മിലൊക്കെ തർക്കുത്തരം നടക്കുന്നുണ്ട്, ഭയങ്കര വാദപ്രതിവാദം നടക്കും. സത്യത്തിൽ ദ്വിമാനമാണോ ത്രിമാനമാണോ, ഡൈക്കോട്ടമിയാണോ ട്രൈക്കോട്ടമിയാണോ? 1 തെസ്സലോനിയർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം
ദയവായി ഒന്ന് വായിക്കണേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. വേദപുസ്തക പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് എഴുതി വച്ചിരിക്കുന്നു. മുഴുവൻ എന്നുള്ളതിന്റെ വ്യാഖ്യാനം അവിടെ തന്നെ എഴുതി വച്ചിരിക്കുക. മേ യുവർ ഹോൾ. ഏതാണ് ഹോൾ? നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും ഒരുപോലെ ശുദ്ധീകരണം പ്രാപിച്ച് അനിന്യമായി വെളിപ്പെടണം. അപ്പോ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകം മനുഷ്യനിലുണ്ട്. നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ആത്മാവ്, ഈ 3 ഘടകങ്ങളിലും ശുദ്ധീകരണം ഉണ്ടാകണം. നമ്മളൊക്കെ ഈ ഉപവസിക്കുന്ന സമയങ്ങളില് ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കത്തില്ല. നമ്മീ കറക്റ്റ്? ശരീരത്തിനാണ് ഭക്ഷണം കൊടുക്കുക. പക്ഷേ നാം ആത്മാവ് കൊണ്ട് തിന്മകളെ വെടിയുന്നുണ്ടോ? ശരീരം കൊണ്ട് ഭക്ഷണത്തെ വെടിയുന്നുണ്ട് 100%. ശരീരം കൊണ്ട് ഭക്ഷണത്തെ നമ്മൾ വെടിയുന്നു. ആത്മാവ് കൊണ്ട് തിന്മകളെ വെടിയുന്നുണ്ടോ? ഉപവാസത്തിന് മുൻപുണ്ടായിരുന്ന വൈരാഗ്യങ്ങളും മറ്റുള്ളവരോടുള്ള പിണക്കവും ഉപവാസം കഴിഞ്ഞും മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ ഉപവാസം കൊണ്ട് ഒരു ഗുണവും ഇല്ല പ്രിയരെ. വിശുദ്ധീകരണം നടക്കേണ്ടത് ആത്മാവിൽ മാത്രമല്ല. ഇവിടെ എഴുതി വച്ചിരിക്കുക, നിങ്ങളുടെ മുഴുവൻ ഭാഗങ്ങളിലും വിശുദ്ധീകരണം നടക്കണം. നിങ്ങളുടെ ദേഹത്തിലും നിങ്ങളുടെ ദേഹിയിലും നിങ്ങളുടെ ആത്മാവിലും ഒരുപോലെ ശുദ്ധീകരണം നടക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, 2 കൊരിന്ത്യർ 7:1 ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷത്തെയും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവീൻ എന്നല്ലേ ബൈബിൾ മുന്നറിയിപ്പ് നൽകിയത്? എബ്രായലേഖനം 4:12 വായിച്ച് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആ ഒരു പദമേ ഇവിടെ എഴുതി വെച്ചുള്ളൂ, ഡിവൈഡിങ് സോൾ ആൻഡ് സ്പിരിറ്റ്. എന്തോ മനസ്സിലായി? ഡിവൈഡിങ് സ്പിരിറ്റ് ഫ്രം ദ സോൾ. ആത്മീയ മരണം സംഭവിച്ച വ്യക്തിയിലെ സ്പിരിറ്റ് വിച്ച് വാസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾ. ആത്മാവ് ദേഹിയിൽ ലയിച്ചു ചേർന്ന് കിടക്കുകയായിരുന്നു ആത്മമരണം സംഭവിച്ചവനിൽ. ആ സ്പിരിറ്റ് അവനിൽ നിന്ന് വേർതിരിക്കുന്നത് വചനമകത്ത് വരുമ്പോൾ മാത്രമാണ്. The word of God which divides soul and spirit. ആത്മാവിനെ ഇലയുവാക്കുന്നത് വചനമകത്ത് വരുമ്പോഴാണ്. വചനം എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോഴാണ് ആത്മജനനം ഒരുവനിൽ സാധിക്കുന്നത്. 1 മിനിറ്റൂടെ നിങ്ങളോട് കടം ചോദിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വളരെ വേഗം നോക്കാമോ? മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ ഓടിച്ചു വായിക്കല്ലേ, ഓടിച്ചു വായിക്കരുത് എന്റെ പ്ലീസ്.
എനിക്ക് സ്പീഡ് വായിക്കുന്ന ഇഷ്ടമല്ല, പതിയെ വായിക്കുക, നിർത്തി വായിക്കേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവൻ ഉയർപ്പിച്ചു. നമ്പർ 1. എങ്ങനെയാ മരിച്ചു കിടക്കുന്നത്? അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും നമ്പർ 1 അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്പർ 1. നമ്പർ 2 ആകാശത്തിലെ അധികാരം കണ്ടോ? രണ്ടാമത് നമ്മൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ആകാശത്തിലെ അധികാരത്തിന് കീഴിലായിരുന്നു. 3 അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിന്റെ ആത്മാവ് അതായിരുന്നു മൂന്നാമത് നമ്മിൽ ഉണ്ടായിരുന്നത്. 4 അധിപതിയായവനും അനുസരിച്ച് നടന്നു. അതിന്റെ അധിപതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവും അതിന്റെ അധിപതി, ഇതിന് കീഴിലായിരുന്നു നമ്മൾ. 4. അഞ്ചാമത്തെ കാര്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഓക്കെ. അഞ്ചാമത്തെ കാര്യം, ജഡമോഹങ്ങൾ അനുസരിച്ച് നടന്നവരായിരുന്നു. 6ാമത്തെ കാര്യം, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഡിസയർ ഓഫ് മൈൻഡ്, മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യുന്നവരായിരുന്നു നമ്മൾ. 7ാമത്തെ കാര്യം, മറ്റുള്ളവരെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. ഈ 7 വിധ കാര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ കുറിച്ചാ പറഞ്ഞത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന മനുഷ്യൻ. അങ്ങനെ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ആരാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അടുത്ത വാക്യം എന്നാ പറഞ്ഞിരിക്കുന്നത്? കരുണാസമ്പന്നായ ദൈവമോ. അതെങ്ങനെ വായിക്കേണ്ടത്? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അവന്റെ മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ബാക്കി വിട്ടുകളയുന്നു. അങ്ങനെയെങ്കിൽ എന്റെ കുറിവാക്യത്തിൽ നിങ്ങളൊന്ന് വന്നേ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായ നമ്മിലേക്ക് യേശു ക്രിസ്തു വന്നപ്പോൾ നമ്മുടെ ആത്മാവ് ലൈവായി, ആത്മാവ് ഉണർന്നെഴുന്നേറ്റു. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വീണ്ടും ജനനം സാധിച്ചു. ഇതാ നിക്കോദീമോസിനോട് പറഞ്ഞത്. എന്താ നിക്കോദീമോസിനോട് പറഞ്ഞത്? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ പ്രവേശിക്കില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നു, വൃദ്ധനായ ശേഷം എങ്ങനെയാ വീണ്ടും ജനിക്കുന്നേ? ഉത്തരം ഇങ്ങനെയാണ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധിക്കൂ, ഞാൻ ഇന്നിവിടെ നിർത്തി. അങ്ങനെയെങ്കിൽ നമ്മൾ ത്രിമാന വീക്ഷണക്കാരാണ്, ട്രൈക്കോട്ടമിയാണ്. ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളാണ് നമ്മിലുള്ളത്. വി വിൽ സ്റ്റഡി ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ ഞാൻ 10:05 ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പ്രിയ സിസ്റ്റർ ലാലി പ്രാർത്ഥിച്ചാട്ട് അവസാനം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവാതിരയുടെ സ്വന്തമായി താഴ്ത്തി സമർപ്പിക്കുന്ന രാത്രികാലം കർത്താവേ, തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങൾക്കായിരിക്കാനും അതിന്റെ ഹല്ലേലൂയ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കപ്പെട്ട സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞാൻ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ഞങ്ങളെ നിറവേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ദേഹം, ദേഹി, ആത്മാവിനെ സമ്പൂർണ്ണമായി
ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തിരികെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും മുൻപോട്ട് വെക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക വചനം പഠിപ്പിച്ച ദേവദാസിനെ കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം, സഹായിക്കണം, രക്തകോടകളിൽ മറക്കണം. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ ഒരു പ്രാവശ്യം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവുമായി മാനിച്ച് അനുഗ്രഹിക്കണം. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയെ സൂക്ഷിക്കണമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപകളെ പാലിച്ച് മുന്നേറുവാൻ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇത് വചനം പഠിച്ച എല്ലാ ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, ദൈവമക്കളെ എല്ലാം ഒരു പ്രാവശ്യം ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നു ഓരോ ദിവസവും പഠിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങുവാൻ, അനേകർക്ക് ആശ്വാസമായി വിടുതലായി തീരുവാൻ, അനേകരെ വചനം എത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ പിന്നെയും ഒരുക്കിയിട്ടുണ്ട്. ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ വിഷയങ്ങളും പ്രവർത്തിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.